ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ആൻഡ് ലിവിങ്. ഇറ്റ്സ് മീ നീതു. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ വരികയാണ് ഓഗസ്റ്റ് 15-ന്. അപ്പം അതിനെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹെയർ ബാൻഡും അതിന് മാച്ചിങ് ആയിട്ട് രണ്ട് ടിംറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇത് നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടും. ആകെ ഒരു ഷീറ്റിന് 8 രൂപയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗിൻ്റെ കളറായിട്ട് വൈറ്റ്, അതുപോലെ തന്നെ ഓറഞ്ച്, ഗ്രീന്, അങ്ങനെ 3 കളേഴ്സായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അളവ് വെച്ചിട്ടില്ല. നമുക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് സെയിം അളവിൽ എടുക്കാം. പക്ഷെ ഞാൻ അളവ് വെച്ചില്ല. പക്ഷെ ഒന്നിലെ അളവ് എടുത്തിട്ട് പിന്നെ ബാക്കിയൊക്കെ ആ സെയിം അളവിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഏറെ കൂടുതലായിട്ട് വെട്ടുന്നുണ്ട്. കാരണം നമ്മളെ ടിംറ്റി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്തായാലും നമുക്ക് ഈ ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതേ സെയിം അളവിൽ ഞാൻ ഷീറ്റിനുള്ളതും കൂടി ബാക്കിയുള്ളതും കൂടി വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഗ്രീന് കളറും അതേപോലെ ഓറഞ്ച് കളറും വൈറ്റ് കളറുമാണ് വെട്ടിയെടുക്കുന്നത്. അപ്പം നമ്മളെ ചാനൽ ഇതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് നൂലും സൂചിയാണ്. അപ്പം വൈറ്റ് നൂല് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ വൈറ്റ് നൂലില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഫ്ലാഗിൻ്റെ കളർ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് ഗ്ലിറ്റർ നമ്മൾ കാണുന്ന ഭാഗത്തായിട്ട് ഇതേ ടൈപ്പിൽ തന്നെ അവിടെ തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ സൂചിയായിട്ട് തുന്നി കൊടുക്കുക. അതേപോലെ തന്നെ വൈറ്റ് ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഗ്രീനും അതേപോലെ ചെയ്യുക. പക്ഷെ നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതെന്താ ഈ ചേച്ചി ചെയ്യുന്നത്, ഇതെന്തിപ്പോൾ ഉണ്ടാക്കണോ, രസമില്ലല്ലോ. പക്ഷെ ഇതിൻ്റെ ലാസ്റ്റ് പെർഫോമൻസ് അടിപൊളിയായിട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ ത്തേക്ക് കൊടുന്ന് വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് അതിനിങ്ങനെ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൈ കയറ്റി നമ്മളെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. കാരണം അതിങ്ങനെ കെടുക്കുമ്പോൾ നേരെയായിട്ട് കെടുക്കുക. അപ്പോൾ അത് നമ്മളിങ്ങനെ മടക്കി ആ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുക. 3 ഓരോ ഷേപ്പിലാക്കിയിട്ട് ജസ്റ്റ് നമ്മളത് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെയിം കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അത് നൂല് വെച്ചിട്ട് നമ്മളത് റെഡി ആക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് അത് നൂല് വെച്ചിട്ട് നമ്മളെ ആ 3 കളേഴ്സും കൂട്ടി നന്നായി ടൈറ്റാക്കിയിട്ട് കെട്ടണം കേട്ടോ. ടൈറ്റാക്കിയിട്ട് കെട്ടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഊരി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആകെ പണി പോകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് നൂലിട്ടിട്ട് കെട്ടുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കുറേ കൂട്ടുകാർ ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിനെക്കാട്ടി നല്ല നമ്മളെ അമ്മമാർക്ക് ഇതേപോലെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ വെറും 18 രൂപ 19 രൂപ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ തലയിൽ വെച്ച് പോകാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളത് കത്രിക വെച്ചിട്ട് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം ഈ ഒരു ടൈപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി അതിന് ശേഷം നമുക്ക് ആ ബ്ലാക്ക് കളറൊന്ന് കളയണം. ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാനത് തുന്നി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കളയും വേണം. അതേപോലെ നമ്മൾ ഈ അറ്റങ്ങളില്ലേ, ഈ വെച്ചതിൻ്റെ അറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു റൗണ്ട് ടൈപ്പിൽ ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ അപ്പുറത്തെ സൈഡും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അറ്റങ്ങളൊക്കെ ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് വൈറ്റ് ഫോം ഷീറ്റിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണമാണ്, കുഞ്ഞ് പീസ് എടുത്താൽ മതിയിട്ട്. അതേപോലെ തന്നെ വൈറ്റ് ഹെയർ ബാൻഡാണ് വേണ്ടത്. പിന്നെ കൂടുതൽ ചേർച്ചുണ്ടാവുക വൈറ്റ് ഹെയർ ബാൻഡാണെന്ന് തോന്നിയിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ ഹെയർ ബാൻഡ് എടുക്കുക. എൻ്റെ വൈറ്റ് ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഹെയർ ബാൻഡ് എടുത്ത്. എന്നിട്ട് നമ്മളത് കവർ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ടൊന്ന്, ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് ഇല്ല വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നമ്മളെ സൂപ്പർ ഗ്ലൂ അതേപോലെ പെട്ടെന്ന് ഒട്ടണ ഇതാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പോരും. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് അത് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് ഹെയർ ബാൻഡിലേക്ക് നമ്മളത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അവസാന റിസൾട്ട്. ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്നിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ നമ്മൾ സെൻറ്ററിലായിട്ടില്ല, സൈഡിലായിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കുന്നത്. സൈഡിലായിട്ട് നമ്മളെ ഗ്ലൂ ഗണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്ക് അവിടെ ഒരു
ഇത് കാണിക്കുന്നത് കേട്ടോ. കുറേ കാലമായി ഞാൻ അത് യൂസ് ചെയ്യണം. അപ്പോൾ അത് കളയാറായിട്ടുണ്ട് ഏകദേശം. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, അങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഭംഗി തോന്നുന്നത് അതേ ടൈപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേക്ക് പിള്ളേർക്ക് വെച്ച് പോകാൻ പറ്റിയ ഹെയർ ബാൻഡ് അടിപൊളിയാവും, ഫ്രോക്കിക്കൊക്കെ അടിപൊളിയാവും. അപ്പം ഞാൻ അതേ സെയിം തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ടീം ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ അനിയത്തിയുടെ തലയിലാണ് ഇത് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കാം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാ അമ്മമാരും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിള്ളേർക്ക് എന്തായാലും ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ടാറ്റ.